കാസർഗോഡ് ജില്ലയിലെ സ്ഥാനാർത്ഥികളും പ്രമുഖ ജനപ്രതിനിധികളുമെല്ലാം രാവിലെ തന്നെ ബൂത്തുകളിലെത്തി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. പ്രചാരണത്തിനിടയിലെ പ്രതികരണങ്ങൾ പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും മുന്നണിയും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഭാരതത്തിന്റെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായിക്കൊണ്ടും മറ്റുള്ളവർക്ക് പ്രചോദനം പകർന്നുകൊണ്ടുമാണ് കാസർഗോഡ് ജില്ലയിലെ പല പ്രധാന ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികളും നേതാക്കളുമെല്ലാം രാവിലെ തന്നെ ബൂത്തുകളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഒരു തരത്തിലുള്ള പരിഗണനകൾക്കും കാത്തുനിൽക്കാതെ മറ്റുള്ളവർക്കൊപ്പം ക്യൂവിൽ നിന്ന് തങ്ങളുടെ ഊഴമെത്തിയപ്പോൾ മാത്രമാണ് ഇവരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയത് എന്നതും എടുത്തു പറയേണ്ടതാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ MLA M രാജഗോപാലൻ കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 34 നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. ഈ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ തൃക്കരിപ്പൂർ വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ 207 നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിലെയും കേരളത്തിലെയും ഇടതുമുന്നണിയുടെ വിജയത്തിൽ ഇരുവരും തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള നാന്ദി കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ. കേരളത്തിലെ ഇടത് ഗവൺമെൻറ് ഈ പോയ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികൾ അതിൻ്റെ സ്നേഹസ്പർശമേൽക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിലില്ല, ഒരു വോട്ടർമാരും. അതുകൊണ്ട് തന്നെ ഈ ജനക്ഷേമ വികസന സർക്കാർ തുടരണമെന്ന താല്പര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്വൈരജീവിതം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് നാടിൻ്റെ ക്രമസമാധാന നില ഭദ്രമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ വർഗീയ കലാപങ്ങളില്ലാത്ത, വർഗീയ അസ്വാസ്ഥ്യങ്ങളില്ലാത്ത, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവികതയുടെയും എല്ലാം ദിനരാത്രങ്ങളാണ് ഈ കേരളക്കരക്ക് കഴിഞ്ഞ ഒരു ദശാബ്ദം ഈ കേരളത്തിലെ ഇടതു മതേതര സർക്കാർ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ സ്വൈരജീവിതത്തിനും ക്രമസമാധാന പരിപാലനത്തിനും വികസനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ അനുഭവിച്ചറിയുന്നതിനും വേണ്ടി കേരളത്തിൽ 3ാം ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഒരു തുടർ സർക്കാർ വേണമെന്ന താല്പര്യമാണ് വോട്ടർമാർക്കുള്ളത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മികച്ച വിജയം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണം ആ നിലയിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. 2021 തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം LDFന് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തവണ അതുക്കും മേലെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് കരുതുകയാണ്. ഈ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ രവി കുളങ്ങര വെള്ളപ്പൊയിലിലെ 141 നമ്പർ ബൂത്തിലെ 1ാമത്തെ വോട്ടറായി തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗം ബൂത്തിലെത്തിയാണ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതേ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി M ബൽരാജ് ഹോസ്റ്റർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തിയും തന്റെ വോട്ട് രേഖപ്പെടുത്തി. ഈ മണ്ഡലത്തിലെ വോട്ടറായ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പടന്നക്കാട് SN AUP സ്കൂളിലെ 209 നമ്പർ ബൂത്തിൽ ഭാര്യാസമേതമെത്തിയും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഭരണമാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. മുഖ്യമന്ത്രി വോട്ട് ചെയ്തിട്ട് അദ്ദേഹം പുറത്തു വന്ന് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുകയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. 3ാമത് ഒഴിവും കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോളിംഗ് നടക്കുന്ന ദിവസം പോലും അദ്ദേഹം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടത്തിയ ഒരു തനി ആവർത്തനം നടത്തിയത്. ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി, അതായത് 100ന് പുറത്ത്, ഒരുപക്ഷെ 1977 സംഭവിച്ച പോലെ 111 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് വരുന്നത്. ഉദുമ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് ഇത്തവണ തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതേ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ K നീലകണ്ഠൻ കാസർഗോഡ് മണ്ഡലത്തിൽപ്പെട്ട കാറഡസ്ക സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. ഈ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ മനുലാൽ മേലത്ത് ബന്തെടുക്ക മാനടുക്കത്തെ ഗവൺമെന്റ് UP സ്കൂളിലും വോട്ട് ചെയ്തു. കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ കല്ലട്ര മാഹിൻ ഹാജി ഓൾഡ് കളനാട് LP സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്.
ഇതേ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനി മഞ്ചേശ്വരം മണ്ഡലത്തിൽപ്പെട്ട കൊടലമംഗറു ശ്രീ വാണി വിജയ AUP സ്കൂളിലെ ബൂത്തിലും വോട്ട് ചെയ്തു. കാസർകോട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ തെക്കിൽപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിലെ 41 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് ബഡാജെ ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. ഈ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ KR ജയാനന്ദ വാമഞ്ചൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിലും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ വോട്ടറും കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷൈജി ഓട്ടപ്പള്ളി കോട്ടയം ജില്ലയിലെ വോട്ടറും തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലയിലെ വോട്ടറുമാണ്. പോളിംഗ് ആരംഭിക്കുമ്പോഴുണ്ടായ അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോളിംഗ് അവസാനിച്ചപ്പോഴും സ്ഥാനാർത്ഥികളും മുന്നണികളുമെല്ലാം ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.